ഹലോ വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് മേക്കപ്പ് വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. കുറേ നാളായല്ലേ ഞാൻ മേക്കപ്പ് വ്ളോഗ് ചെയ്തിട്ട്. അപ്പം പിന്നെ മേക്കപ്പ് സീരീസും അങ്ങനെ ലിപ്സ്റ്റിക് സീരീസ് അങ്ങനെയൊക്കെയല്ലേ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊന്ന് മേക്കപ്പ് വ്ളോഗ് എടുക്കാമെന്ന്. എവിടെയും പോകാൻ വേണ്ടി നിൽക്കണമല്ലോ കേട്ടോ. ഈ വീഡിയോ എന്തോ എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ മേക്കപ്പ് ചെയ്യാനൊക്കെ തോന്നും. അങ്ങനെ തോന്നിയപ്പം ഞാൻ ഈ വീഡിയോ എടുക്കണേ. അപ്പം ഇന്നൊരു സ്പെഷ്യലുണ്ട്. ബെനിഫിറ്റിൻ്റെ മാത്രം പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടുള്ള മേക്കപ്പ് ആയിരിക്കും. ആൻഡ് ഞാനിതിൽ ആകെ റെഗുലറായിട്ട് യൂസ് ചെയ്യണ ആകെ ഒരു പ്രൊഡക്റ്റേ ഉള്ളൂ. അതെൻ്റെ ഫേവറേറ്റ്. യെസ്, പാക്കിനറിയാം. ഇതാട്ടോ ബെനീറ്റൻ്റെ ടിൻ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് നമ്മൾക്ക് ഓരോന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഞാൻ പ്രൈമറിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോണേന്. പ്രൈമർ വന്നത് പോർ പ്രൈമർ എന്നാണ് കേട്ടോ. എല്ലാം ഇതൊക്കെ സാമ്പിളാണ്. ഇതൊന്നും ഞാൻ പൊതുവേ പ്രൈമർ എനിക്ക് വേറെ പ്രൊഡക്റ്റിനോടാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാനങ്ങനെ ഈ ബെനീറ്റിൻ്റെ അങ്ങനെ വാങ്ങിച്ചിട്ടില്ല. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് വാങ്ങിച്ചേക്കുന്നത്. നമുക്ക് തുടങ്ങാം യൂസ് ചെയ്ത്. ഒരു മൈൽഡായിട്ട് ഒരു എന്തോ സ്മെല്ലുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എൻ്റെ സ്മെല്ല്. ആൻഡ് ഞാനിനി ആകെ കുറച്ചേ ഉണ്ടായുള്ളൂ കേട്ടോ. ഇതെനിക്ക് സാമ്പിൾ കിട്ടിയതാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ഇതിൻ്റെ അകത്തുള്ളൂ. പിന്നെ ഞാൻ എടുത്ത് വെക്കണമൊന്നുമില്ല. ബിക്കോസ് ഞാനിനി ഈ ഒരു പ്രൈമർ യൂസ് ചെയ്യാൻ പോണില്ല. എനിവേ ഓക്കെ, ഒരു സോഫ്റ്റാണ്. സോ ഞാൻ പ്രൈമർ യൂസ് ചെയ്ത് ഞാൻ എൻ്റെ സ്കിൻ വേറെ ഒരു പ്രൊഡക്റ്റ് ഇട്ടിട്ടില്ല. അപ്പോൾ ഡയറക്റ്റ് ഇതാണ് ഇടണത്. അതുകൊണ്ട് എൻ്റെ മേക്കപ്പ് എങ്ങനെ ഇരിക്കും എന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഇത് മാത്രം ഉപയോഗിച്ചുള്ള മേക്കപ്പാണ് ചെയ്യാൻ പോണത്. അതുകൊണ്ട് എനിക്കറിയില്ല. അല്ലെങ്കിൽ നല്ല നമ്മൾ സ്കിന്നൊക്കെ പ്രെപ്പ് ചെയ്ത് നല്ല ഭംഗിയിലൊക്കെ മേക്കപ്പ് ചെയ്യാൻ പറ്റും. ഇത് മാത്രം യൂസ് ചെയ്യുമ്പോൾ ഞാൻ ഇതുവരെ യൂസ് ചെയ്യാത്ത പ്രോഡക്റ്റ് ആയതുകൊണ്ട് എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല. അടുത്തത് നമുക്ക് ഫൗണ്ടേഷനിൽ തുടങ്ങാം. ഫൗണ്ടേഷൻ എനിക്കിത് സാമ്പിൾ കിട്ടിയേക്കണതാണ്. അപ്പോൾ എനിക്ക് തോന്നണേ ഈ ഒരു ഷെയ്ഡ് ഞാൻ എടുക്കാൻ പോണേണ്ട 12N ന്യൂട്രൽ പീച്ച് ആണ് ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ പോണത്. എൻ്റെ ഓക്കെ, എൻ്റെ ഷെയ്ഡാണോ എന്ന് പോലും എനിക്കറിയില്ല. ബട്ട് ഞാൻ യൂസ് ചെയ്യാൻ പോണം. നമുക്ക് യൂസ് ചെയ്ത് നോക്കാം എൻ്റെ ഷെയ്ഡാണോ എന്ന് പോലെ എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെ ഇരിക്കുന്ന പോലെ അറിയില്ല. അതായത് നമുക്ക് എങ്ങനെയൊക്കെയാണ് പ്രൊഡക്റ്റ് എന്ന് നോക്കാമല്ല. ചിലപ്പോൾ ഞാൻ എപ്പോഴും ഞാൻ സാമ്പിൾ കിട്ടാണ് പ്രൊഡക്റ്റൊക്കെ കൊണ്ടേ കളയും. സൂക്ഷിച്ച് വെക്കണതാ, എവിടെ വെക്കണേന്ന് മറന്നു. ഞാൻ മേക്കപ്പ് തിങ്സ് വെക്കണ സ്ഥലത്തല്ലായിരിക്കും വെക്കണം. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒക്കെ അത് പോവും. ഒന്നും യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എന്തിനാ ഇതൊക്കെ വെറുതെ വേസ്റ്റ് ആക്കണം, വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചുമ്മാ ഇരുന്ന് ഇപ്പോൾ എടുക്കണം കേട്ടോ. ഇതിൻ്റെ സ്മെല്ല് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. വേറൊരു ടൈപ്പ് സ്മെല്ല്. ഞാൻ സത്യം പറഞ്ഞാൽ ഫൗണ്ടേഷൻ ഇപ്പോൾ യൂസ് ചെയ്യാറില്ല. ഒന്നെങ്കിൽ ഞാൻ ഹൈലൈറ്റർ അങ്ങനെയൊക്കെ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ ഞാൻ ഇപ്പം പിന്നെയും യൂസ് ചെയ്യണത് കെ ബ്യൂട്ടിയുടെ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. കെ ബ്യൂട്ടിയുടെ എനിക്ക് ഇഷ്ടപ്പെട്ട ലിപ്സ്റ്റിക്കൊക്കെ. അപ്പോൾ അങ്ങനെ അതിൻ്റെ വാങ്ങിച്ചേക്കുന്നതുകൊണ്ട് അത് യൂസ് ചെയ്യും. അല്ലാതെ എനിക്ക് സത്യം പറഞ്ഞാൽ സ്കിൻ ടിൻറ്റ് അല്ലെങ്കിൽ ഫിൽറ്ററൊക്കെയാണ് എനിക്കിഷ്ടം. എന്നാലും ഞാൻ അതൊന്നും യൂസ് ചെയ്യാറില്ല. ജസ്റ്റ് ഹൈലൈറ്റർ, സ്കിന്നൊക്കെ ഇങ്ങനെ പ്രെപ്പ് ചെയ്യും, അത്രയൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. എനിക്ക് പൊതുവെ ഫൗണ്ടേഷൻ ഇപ്പോൾ ഇടാൻ താല്പര്യമില്ല. ആൻഡ് കുഴപ്പമില്ല. സ്മെല്ല് എനിക്ക് എന്തോ ഇഷ്ടമായി. നെക്സ്റ്റ് നെക്സ്റ്റ് നമുക്ക് ബ്ലഷ് യൂസ് ചെയ്യാം. ബ്ലഷ് ബെനീറ്റൻറ്റ്, ഇതെൻ്റെ ഫേവറേറ്റ് ആട്ടോ. ഇത് ഭയങ്കര, ഞാൻ സത്യം പറഞ്ഞാൽ ഷാർലറ്റ് ടിൽബറിനെക്കാട്ടും അങ്ങനെ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തതിൽ വെച്ചിട്ട് നാച്ചുറലായിട്ട് തോന്നിക്കണ ബ്ലഷാണ്. അപ്പം ഇതെന്തായാലും ഞാൻ തീരുമ്പോൾ ഇനിയും വാങ്ങിക്കും. ബെനീറ്റൻ്റെ എനിക്ക് പേഴ്സണലി ഇപ്പോൾ യൂസ് ചെയ്തതിൽ വെച്ചിട്ട് എനിക്ക് ഇതാണ്. ഈവൻ ലിപ്സ്റ്റിക്കും ഞാൻ ഫുള്ള് വാങ്ങിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഈ ഫൗണ്ടേഷനൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് വാങ്ങിച്ചേക്കണത്. ബട്ട് എനിക്ക് അത്ര സ്പെഷ്യലായിട്ട് പ്രത്യേകിച്ചൊന്നും തോന്നിയൊന്നുമില്ല കേട്ടോ. അതിലും നല്ലത് നിങ്ങൾ എൽഫിൻ്റെ സാക്ക് ഇവിടെ കിടന്ന് സംസാരിക്കണോണ്ട് എനിക്ക് ബ്ല അടിക്കുന്നുണ്ട്. ഞാൻ എൽഫിൻ്റെ ഫിൽറ്റർ വാങ്ങിക്കട്ടോ. ഞാനത് എൻ്റെ സിസ്റ്റർ ഇൻ ലോയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ട് സിസ്റ്റർ ഇൻ ലോയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പം നിങ്ങളും അത് ട്രൈ ചെയ്യുക. അത് അടിപൊളിയാണ്. നല്ല ഗ്ലൂയി മേക്കപ്പ് ഇഷ്ടപ്പെടുന്നവർക്ക് അത് വാങ്ങിക്കാം. അതും
പിന്നെ ലൈഫ് ടിൻറ്റഡ് അത് ഇവിടെ പുറത്തുള്ളവർക്കേ കിട്ടുള്ളൂ, മേ ബി നാട്ടിൽ കിട്ടില്ല. എൽഫിൻ്റെ കിട്ടുമല്ലോ, അപ്പോൾ എൽഫിൻ്റെ. പിന്നെ പുറത്തുള്ളവരാണെങ്കിൽ ലൈഫ് ടിൻറ്ററും കൂടി കഴിഞ്ഞാൽ ഭയങ്കര ഗ്ലോയി മേക്കപ്പ് പറ്റും കേട്ടോ. സോ നെക്സ്റ്റ് വന്നത് അവരുടെ ടൈനിയാണ് കേട്ടോ. ഇതും സാമ്പിളാണ്. എനിക്ക് മൊത്തം സാമ്പിളാണ്. അടുത്ത നമുക്ക് ബ്രോ പെൻസിൽ യൂസ് ചെയ്യാം. ബ്രോ പെൻസിൽ ഞാൻ ഇവരുടെ അത്യാവശ്യം നല്ല പ്രൊഡക്റ്റാണ്, നല്ല റിവ്യൂ ഉള്ളതാണല്ലേ. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അപ്പം ബ്രോ പെൻസിലും സാമ്പിളാണല്ലേ ഞാൻ കൂടുതൽ യൂസ് ചെയ്തേക്കുന്നത്. അടുത്ത നമുക്ക് ബ്രോ പെൻസിൽ യൂസ് ചെയ്യാം. എനിക്കൊരു അബദ്ധം പറ്റിയിട്ടോ. വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ കണ്ടത്. ബാക്കിയുള്ള വീഡിയോ ഇതിട്ട് കാണുന്നില്ല, മിക്കവാറും ഡിലീറ്റ് ആയി പോയിട്ടുണ്ടാവും. അപ്പോൾ വേറെ ഒന്നുമല്ല, ഞാൻ പിന്നെ യൂസ് ചെയ്തത് എനിക്ക് സാമ്പിൾ തന്നെ കിട്ടിയ ബ്രോൺസറാണ് കേട്ടോ. ഇതിൻ്റെ അത്യാവശ്യം വൈറലായിക്കൊണ്ടിരിക്കണേൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും അത് തോന്നിയില്ല യൂസ് ചെയ്തപ്പോൾ, ബിക്കോസ് ഞാൻ അങ്ങനെ ബ്രോൺസർ യൂസ് ചെയ്യാറില്ല. ബട്ട് ഇറ്റ് വാസ് ഓക്കെ എന്ന് പറയാം. പിന്നെ യൂസ് ചെയ്ത ഈ ഒരു ലിപ്സ്റ്റിക്കാണ്. അത് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ എന്തായാലും ചെയ്യുന്നുണ്ട് ലിപ്സ്റ്റിക്കിൻ്റെ. സോ ഈ ബെനിഫിറ്റിൻ്റെ പ്രോഡക്റ്റ്സിൽ എനിക്ക് എൻ്റെ ഫേവറേറ്റ് അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ബ്ലഷും ബ്രോ പെൻസിലും ആട്ടോ. പക്ഷേ ബ്ലഷാണ് എൻ്റെ ഫേവറേറ്റ്. സോ ഈ വീഡിയോ എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഇനി എല്ലാ വീഡിയോസ് സപ്പോർട്ട് ചെയ്യാൻ എല്ലാം ഞാൻ പ്ലേലിസ്റ്റിലാക്കുന്നുണ്ട്. സോ ബൈ.